ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തും സ്കേർട്ടിൻ്റെ താഴ്ഭാഗം ഷോളിൻ്റെ അറ്റം അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ പ്രത്യേകം തയ്യൽ തുമ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. മടക്കി തയ്ക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കുറേ ടൈം പിടിക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉഷ ജനോമിൻ്റെ ഈ തയ്യൽ മെഷീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെ മനോഹരമായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫൂട്ടും നമുക്ക് കൂടെ കിട്ടും. അതിനായി നമ്മൾ ഇത് 2ലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് സിയിലേക്ക് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ചിട്ടും കൂടുതലൊക്കെ ഇടാം. ഞാനൊരു സെൻറ്ററിൽ ആണ് ഇട്ട് വെക്കുന്നത്. പിന്നെ ഇതാ ഇത് 3ലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ 3 ഉപയോഗിക്കുന്നത്. ഇത് 2ലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നോർമൽ ഫൂട്ട് മാറ്റിയിട്ട് ഈ റോൾ ചെയ്തെടുക്കാനുള്ള ഈ ഫൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നൂലൊക്കെ ഇട്ടതിന് ശേഷം ഈ മെറ്റീരിയൽ നമ്മളിങ്ങനെ ചെറുതായി ഒന്ന് ഇങ്ങനെ വളച്ച് കൊടുക്കണം. ഇതിൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞുകൊണ്ടാണല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ചെടുത്താൽ മതി. നമ്മൾ ഒറ്റ കൈ കൊണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ ഒന്ന് വളച്ച് പിടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പരന്നു പോവും. അപ്പോൾ സ്റ്റിച്ചൊക്കെ മാറിപ്പോവും. ഇതുണ്ടോ, വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ചെറുതായി ഒന്ന് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയിക്കോളും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ കുറവുള്ള ഡ്രസ്സിലും ഒക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടോ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.